കപ്പ വേവിച്ചത് ആദ്യം കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഒരു തിള വരുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കപ്പ നന്നായി വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം എന്നിവ വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. കപ്പ വെന്ത് വെള്ളം വറ്റിയ ശേഷം ഈ തേങ്ങക്കൂട്ട് കപ്പയുടെ നടുവിലേക്ക് വെച്ച് ചെറുതീയിൽ 2 മിനിറ്റ് മൂടി വെക്കുക. അതിനുശേഷം കപ്പ നന്നായി ഉടച്ച് തേങ്ങയുമായി യോജിപ്പിക്കുക. ഒടുവിൽ വെളിച്ചെണ്ണയിൽ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ചേർത്താൽ കപ്പ റെഡി. മീൻ വറുത്തത് വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകുപൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അല്പം നാരങ്ങാനീര് എന്നിവ ചേർത്ത് നന്നായി മസാല പുരട്ടി വയ്ക്കുക. മസാല മീനിൽ നന്നായി പിടിക്കുന്നതിനായി ഒരു അരമണിക്കൂർ ഇത് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം മസാല പുരട്ടിയ മീൻ തിരിച്ചും മറിച്ചുമിട്ട് 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞു വരുന്നതുവരെ വറുത്തെടുക്കുക. ചെമ്മീൻ കറി ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എന്നിവ നന്നായി വഴറ്റുക. ഉള്ളി മൂത്തു വരുമ്പോൾ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കുക. ഇതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളവും കുതിർത്തുവെച്ച കുടംപുളിയും ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. വെള്ളം തിളച്ചു വരുമ്പോൾ വൃത്തിയാക്കിയ ചെമ്മീൻ ചേർത്ത് മൂടിവെച്ച് വേവിക്കുക. ചാറ് കുറുകി ചെമ്മീൻ വെന്തു കഴിയുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലോ കറിവേപ്പിലയോ ചേർത്ത് ചെറുതായി ചൂടാക്കി വാങ്ങുക. പയർ തോരൻ ചെറുതായി അരിഞ്ഞുവെച്ച പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. തോരനുള്ള അരപ്പിനായി തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി എന്നിവ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പയറും ചേർക്കുക. ഇതിന്റെ മുകളിൽ തയ്യാറാക്കി വെച്ച തേങ്ങാക്കൂട്ട് വെച്ച് മൂടിവെച്ച് ചെറുതീയിൽ വേവിക്കുക. പയർ വെന്തു കഴിഞ്ഞാൽ മൂടി തുറന്ന് തേങ്ങയും പയറും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈർപ്പം വറ്റിച്ചെടുക്കുക. മോര് കാച്ചിയത്, തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ നന്നായി അരച്ചെടുക്കുക. ഈ അരപ്പ് അല്പം വെള്ളവും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് ഒരു പാത്രത്തിൽ വെച്ച് പച്ചമണം മാറുന്നതുവരെ ചെറുതായി തിളപ്പിക്കുക. അതിനുശേഷം തീ നന്നായി കുറച്ചു വെച്ച് അടിച്ചു വെച്ചിരിക്കുന്ന കട്ടത്തൈരും ആവശ്യത്തിനൊപ്പം ഇതിലേക്ക് ഒഴിച്ച് കൈവിടാതെ ഇളക്കുക. തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ തിളപ്പിക്കരുത്, ചെറുതായി ചൂടായാൽ മതി. ഒടുവിൽ മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉലുവ, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിച്ച് മോരിലേക്ക് ഒഴിക്കുക.